പൂഷന്നേകർഷേയമസൂര്യപ്രാജാപത്യ വ്യൂഹരശ്മീൻ സമൂഹതേജോയത്തെ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷഃ സോഹമസ്മി. ിൽ നിന്നേകനായി വന്നിങ്ങു സൃഷ്ടിയും സ്ഥിതിയും നാശവും ചെയ്യും സൂര്യ മാറ്റുക രശ്മിയെ അടക്കുകെങ്ങു കാൺമാനായി നിൻ കല്യാണ കളേബരം കണ്ടുകൂടാത്തതായി കണ്ണുകൊണ്ടു കാണപ്പെടുന്നതായി നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി ഏതാണതാണു ഞാൻ. അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളതൊന്ന് സെർച്ച് ചെയ്ത് എടുത്താൽ മതി, ജനനിയിൽ സെർച്ച് ചെയ്ത് എടുത്താൽ മതി. അതുകൊണ്ട് കാരണം ഇനി നമുക്ക് ഇന്നും ഡിലേ ആവും, അത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ പദച്ഛേദം നടത്തി, അതിൻ്റെ ക്രോസ് ഓർഡർ പറഞ്ഞു, അന്വയം പറഞ്ഞു. ഇനി നമ്മളതിൻ്റെ പദാർത്ഥങ്ങൾ അർത്ഥം പറയാൻ തുടങ്ങിയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഋഷേ, ഋഷി എന്ന വാക്കിന് കടന്നു കാണുന്നവൻ എന്ന അർത്ഥമാണെങ്കിൽ ഏക ഋഷേ എന്ന് പറഞ്ഞാൽ ഏകനായി ഗമിക്കുന്ന, ഏകനായിരിക്കുന്ന ആ പരമചൈതന്യമേ, കടന്നു കാണുന്നവനെ. യമ, ഇവിടെ നമ്മുടെയൊക്കെ ജീവൻ എടുക്കാൻ തന്നെ യമനായിട്ട് കണക്കാക്കരുത് കേട്ടോ. യമനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥമാണ്. ആ അർത്ഥമല്ല ഇവിടെ. യമൻ എന്നുള്ള അർത്ഥമല്ല, യമദേവന്റെ അർത്ഥമല്ല ഇവിടെ കേട്ടോ. യമഹ എന്ന് പറഞ്ഞാൽ സർവ്വതിനെയും നിയന്ത്രിക്കുന്ന, യമനം ചെയ്യുന്ന, അല്ലെ. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി ഒക്കെ നമ്മൾ അഷ്ടാംഗ യോഗങ്ങളിൽ പറയും. ഇവിടെ യമ എന്ന് പറഞ്ഞാൽ സർവ്വതിനെയും നിയന്ത്രിക്കുന്ന യമ. സൂര്യ, അല്ലയോ സൂര്യ, ഇവിടെ പൂഷൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇവിടെ സൂര്യ എന്ന് പറയുന്നത് സർവത്തിനെയും തന്നിലേക്ക് അടക്കുന്നവൻ, സർവരസങ്ങളെയും. അത് വ്യാഖ്യാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സൂര്യ എന്ന് വന്നത് നമുക്ക് വിശദീകരിക്കാം. ഇപ്പോൾ ഓൺലി ദ വേർഡ് മീനിങ്. ഇവിടെ പറയാണ് സർവരസങ്ങളെയും തന്നിലേക്ക് ആകർഷിച്ചെടുക്കുന്നവനെ. അപ്പൊ സർവത്തിൻ്റെയും പ്രാണനെ തന്നിലേക്ക് ആകർഷിച്ചെടുക്കുന്നവനാണ് സൂര്യൻ. സർവ്വതിനെയും തന്നിലേക്ക് ആകർഷിച്ച് എടുക്കുന്നവനാണ് സൂര്യൻ. അടുത്തത് പ്രാജാപത്യ. പ്രാജാപത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേവി പ്രണാമ ദേവീഷ്ടകമൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ദക്ഷ പ്രജാപതിയെയും കശ്യപ പ്രജാപതിയൊക്കെ പഠിച്ചു. അത് പുരാണിക്കായിട്ട് പറയുമ്പോൾ ശരിക്കും ഒരു സിംബോളിക്കായിട്ട് പറയുന്നതാണ് ദക്ഷ പ്രജാപതിയും കശ്യപ പ്രജാപതിയൊക്കെ. ഇവിടെ പ്രജാപതി എന്ന് പറഞ്ഞാൽ സർവ്വതിനും പതിയായിരിക്കുന്നവൻ, സ്രഷ്ടാവായിരിക്കുന്നവൻ എന്നർത്ഥം. പ്രാജാപത്യ, പ്രജകൾക്കെല്ലാം പതിയായിരിക്കുന്നവൻ. ഓർക്കണം, ഇതൊരു ഈശാവാസ്യ ഉപനിഷത്തിന്റെ സംഹിതാഭാഗത്ത് വരുന്ന ഒരു ഉപനിഷത്തായതുകൊണ്ട് അതിനകത്ത് ഒരു ഉപാസന മൂർത്തിയൊക്കെ വരുന്നത് ആ കർമ്മകാണ്ഡത്തിന്റെ ക്യാരക്ടർ, സ്വഭാവം കയറി വരുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞത് എപ്പോഴും ബുദ്ധിയിൽ ഉണ്ടാവണം. അപ്പൊ പറയാണ് പ്രജാപതിയുടെ പുത്ര എന്നാണ് അർത്ഥം. വേർഡ് മീനിങ് പ്രാജാപത്യ, സംബോധനാ രൂപം പ്രാജാപത്യ. പ്രജാപതിയുടെ പുത്രനെ, പുത്ര എന്ന് വിളിച്ചാൽ പ്രജാപതി ആരാ? പ്രജകൾക്ക് പതിയായിരിക്കുന്നവൻ. ആരാ പ്രജകള്? സർവ്വതിനും പരമകാരണമായിരിക്കുന്ന സ്രഷ്ടാവിനെയാണ് പ്രജാപതി എന്ന് പറയുക. സർവചരാചരങ്ങൾക്കും സർവപ്രജകൾക്കും പതിയായിരിക്കുന്ന ഭാവത്തോടു കൂടിയവനാണ് പ്രജാപതി. അവൻ വിളിക്കുകയാണ് പ്രാജാപത്യ. അല്ലയോ പരബ്രഹ്മസ്വരൂപമേ. പൂഷണയുടെ പരബ്രഹ്മസ്വരൂപമായിട്ട് ആണ് ആരാധന ചെയ്യുന്നത്. ഹോമമന്ത്രത്തിൽ അഗ്നിയെ പരബ്രഹ്മസ്വരൂപമായി ആരാധന ചെയ്യുന്നത് പോലെ പൂഷനെ ഇവിടെ ബ്രഹ്മപ്രതീകമായി വെച്ചിട്ട് ഭക്തൻ ഉപാസന ചെയ്യുകയാണ്. പ്രജാപത്യ, അല്ലയോ പരമകാരണമായിരിക്കുന്നവനെ. എന്നിട്ട് വിളിച്ചിട്ട് പറയാണ് രശ്മീൻ വ്യൂഹ. രശ്മീൻ വ്യൂഹ. നമ്മൾ ക്രോസ് ഓർഡർ അന്വയം എഴുതിയതിൻ്റെ ഓർഡറിലാണ് ആശയം പറയുന്നത് കേട്ടോ, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന്. രശ്മീൻ,
അതായത് രശ്മി എന്ന ശബ്ദത്തിന്റെ ദ്വിതീയ ബഹുവചനമാണ് രശ്മീൻ. രശ്മീൻ, രശ്മിം, രശ്മി, രശ്മീൻ എന്ന രൂപം. രശ്മി എന്ന് പറഞ്ഞ കിരണങ്ങളെ, നിന്റെ കിരണങ്ങളെ വ്യൂഹ ഒന്ന് നിയന്ത്രിക്കൂ, ഒന്ന് അടക്കി നിർത്തൂ. നിന്റെ ആ അനർഗളം നിന്നിൽ നിന്ന് പ്രസരിക്കുന്ന ആ കിരണങ്ങൾ കാരണം എനിക്ക് നിന്നെ കാണാനാവുന്നില്ല നേരായ രീതിയിൽ. അതുകൊണ്ട് രശ്മീൻ വ്യൂഹ, വ്യൂഹ മീൻസ് നിയന്ത്രിക്കൂ, ഒന്ന് അടക്കൂ. അടക്കൂ എന്ന് ഗുരുവിന്റെ തർജ്ജമയിൽ പറഞ്ഞിട്ടുണ്ട്. തർജ്ജമ നമുക്ക് ഇതിന്റെ കഴിഞ്ഞതിന് ശേഷം തർജ്ജമയുടെ വേർഡ് ബൈ വേർഡ് മീനിങ് അർത്ഥം പറയാം. അപ്പൊ രശ്മീൻ വ്യൂഹ, സ്വകിരണങ്ങളെ ഒന്ന് നിയന്ത്രിക്കൂ. ആരോടാ പറഞ്ഞത്? ഹേ പൂഷൻ. എങ്ങനെയൊക്കെയുള്ള പൂഷനാണ്? ഏകർഷേ, ഏകമായ ഋഷിയായിരിക്കുന്നവനാണ്. യമ, സർവ്വതിനെയും നിയന്ത്രിക്കുന്നവനാണ്. സൂര്യ, സർവരസങ്ങളെയും സർവ്വതിന്റെയും പ്രാണനെ തന്നിലേക്ക് ആകർഷിക്കുന്നവനാണ്. പ്രാജാപത്യ, സർവ്വതിനും പരമകാരണമായിരിക്കുന്ന അല്ലയോ പൂഷൻ. രശ്മീൻ വ്യൂഹ, നിന്റെ ആ കിരണങ്ങളെ ഒന്ന് നിയന്ത്രിക്കൂ, ഒന്ന് അടക്കൂ എന്ന് പറയാണ്. എന്തിനാണ് അതിനെ അടക്കണത്? അത് രശ്മികളെ മാത്രം അടക്കിയാൽ പോരാ, ആ ചുട്ടുപഴുത്ത തപിപ്പിക്കുന്ന ജ്യോതിസിനെ കൂടി, പ്രകാശത്തെ കൂടി, ആ ചൂടിനെ കൂടി ഒന്ന് അടക്കി തരണം. സൂര്യനെ നമുക്ക് നോക്കാൻ പറ്റില്ല, നല്ല ചൂടാണ്. രശ്മി പകൽ സമയത്ത്, നല്ല വെയിലുള്ള സമയത്ത് നമ്മുടെ കണ്ണുകൾക്ക് പറ്റില്ല സൂര്യന്റെ നേരെ നോക്കാൻ. അപ്പൊ അതുകൊണ്ട് പറയുക, തേജ, നിന്റെ തേജസ്സിനെ, നിന്റെ തപിപ്പിക്കുന്ന ജ്യോതിസിനെ, ചുട്ടുപഴുത്ത തപിപ്പിക്കുന്ന എന്നൊക്കെ പറയാം. ജ്യോതിസിനെ എന്ന് പറയാം. ആ ജ്യോതിസ് എന്ന് പറഞ്ഞ പ്രകാശത്തെ, ആ തീവ്രമായ പ്രകാശത്തെ സമൂഹ ഒന്ന് കൺട്രോൾ ചെയ്യണം, അടക്കണം. രശ്മികളെ നിയന്ത്രിക്കണം, നിന്റെ തേജസ്സിനെ ഒന്ന് അടക്കണം. ഇതൊക്കെ എന്തിനാ ചെയ്യണേന്ന് വെച്ചാൽ, എനിക്ക് നിന്നെ കാണണം. എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നിന്നെ കാണല. പക്ഷെ എനിക്ക് കാണാൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിന്റെ അനർഗളം നിന്നിൽ നിന്ന് പ്രസരിക്കുന്ന കിരണങ്ങളെ കൊണ്ടും നിന്റെ ആ തീവ്രമായ തേജസ് കൊണ്ടും എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നീ തേജസ്സിനെ അടക്കൂ. രശ്മീൻ വ്യൂഹ, ആ രശ്മികളെ, ചൂടേറിയ നിന്റെ രശ്മികളെ, ആ അതീവ ധവളിമയാർന്ന നിന്റെ ആ കിരണങ്ങളെ നീ ഒന്ന് അടക്കി തരും. കല്യാണതമം രൂപം, അതായത് നിന്റെ മംഗളതമമായ രൂപം, ജഗദീശ്വരന്റെ, പരബ്രഹ്മത്തിന്റെ, ജഗന്നിയന്താവിന്റെ രൂപം ഏറ്റവും ആനന്ദകരമായ മംഗളസ്വരൂപമാണ്. ആ മംഗളസ്വരൂപമായ രൂപമാണ് എനിക്ക് കാണേണ്ടത്. എനിക്ക് കിരണങ്ങളും അല്ല കാണണ്ടേ, അതിൽ നിന്ന് വരുന്ന ചൂടും അല്ല കാണണ്ടേ. എനിക്ക് കാണേണ്ടത് അതിനപ്പുറമുള്ള നിന്റെ ആ മംഗളതരമായ അത്യന്തം ശോഭനമായ രൂപമാണ് എനിക്ക് കാണേണ്ടത്. അതും ഇതുമല്ല എനിക്ക് കാണേണ്ടത്. അതിനെ കണ്ട് എൻ്റെ ജന്മങ്ങൾ കഴിഞ്ഞു, ഒത്തിരി ജന്മങ്ങളിൽ പലതും കഴിഞ്ഞു. ഇനി എനിക്കതൊന്നും കാണണ്ട. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യമതിന്മുഖം, തുറക്കുകതു നീ പൂഷൻ സത്യധർമ്മനു കാണുവാൻ. പൊൻപാത്രത്തെ, ജീവിതത്തിന്റെ ഭൗതിക സുഖഭോഗങ്ങളെയും വിഷയാസക്തിയെയൊക്കെ അനുഭവിച്ചും പാടിയും പുകഴ്ത്തിയും ജന്മങ്ങളിൽ പലതും കടന്നുപോയി. അതുകൊണ്ട് എനിക്ക് ഇനി അതൊന്നും വേണ്ട. ആ മൂടി ഒന്ന്, സ്വർണ്ണമൂടി, എന്നെ മയക്കുന്ന സ്വർണ്ണമൂടി ഒന്ന് മാറ്റിയിട്ട് അതിനപ്പുറം ഇരിക്കുന്ന ആ രത്നത്തെ, ആ പരമമായ ആനന്ദത്തെ എനിക്ക് അനുഭവിക്കണം എന്ന് പറയുക. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പറയാം, നിന്റെ കല്യാണതമം രൂപം, ആനന്ദസ്വരൂപമായ നിന്റെ ആ രൂപം എന്ന് പറഞ്ഞാൽ നിന്റെ സ്വരൂപം. ഈശ്വരന് രൂപമില്ല അല്ലെ? ഒരു നമ്മളോട് പറഞ്ഞു, ദൈവം കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ മണക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും ചെവിയില്ലാതെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത് സ്വരൂപനാണ്, ബോധസ്വരൂപനാണ്. അത് കയ്യിലിരിക്കുന്ന കൽപ്പകവൃക്ഷക്കനിയാന്ന് ഗുരു പറഞ്ഞു. അത് കയ്യിൽ തന്നെ ഉണ്ട്, വേറെ എങ്ങും അന്വേഷിക്കണ്ട. പക്ഷെ അതിനെ അറിയാനുള്ള അറിവ് നമുക്കില്ല. ആ സ്വരൂപം എന്താണ്?
മംഗളാത്മകമായ ശോഭനാത്മകമായ നിന്റെ സ്വരൂപത്തെ പശ്യാമി. അപ്പൊ യത് തത് എന്ന് പറഞ്ഞാൽ യാതൊന്നാണോ അതിനെ, പശ്യാമി എന്ന് പറഞ്ഞിട്ട് സി കാണുക എന്നർത്ഥം. കാണുന്നു, ഉപാസകൻ കാണുന്നു. പശ്യാമി, നിന്റെ ആ എന്താ പറയാ മംഗളതരമായ യാതൊരു രൂപമുണ്ടോ അതിനെ ഞാൻ കാണുന്നു, അതിനെ ഞാൻ അറിയുന്നു എന്നർത്ഥം. ഇത്രയും നാളും ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എന്തിനെയാ? രശ്മികളെയും തേജസ്സിനെയൊക്കെ കണ്ട് എന്തൊരു ഭംഗി, എന്തൊരു ചൂട്, എന്തൊരു തിളക്കം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞു പോയി. ഞാൻ കടന്നുപോയി, ജന്മങ്ങൾ കുറെ കടന്നുപോയി അല്ലെ. അതൊക്കെ കടന്ന് ഇവിടെ എന്താ, എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കലം അല്ലെ, അത്ര വന്നു പിറന്നു സുഹൃത്തത്താൽ, എത്രയും പ്രയാസപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും. ഗർഭപാത്രത്തിൽ വീണ ഒരു മനുഷ്യജന്മവുമായി മനനം ചെയ്യാൻ കൽപ്പുള്ള മനുഷ്യനായി ജന്മമെടുത്തിട്ടും ഈ സത്യത്തെ ഒന്ന് തേടാതെ, ഒന്ന് തിരയാതെ, ഒന്നറിയാതെയൊക്കെ പോകുന്നത് പാഴ്ജന്മമായി പോകും. അങ്ങനെ ഒരു പ്രപഞ്ച ദർശനം ആണ് മഹാഗുരുക്കന്മാർക്കുള്ളത്. അപ്പോൾ ആ ഒരു ദർശനത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഉപനിഷത്ത് കൃതികൾ നമുക്ക് ഗുരു തന്നിരിക്കുന്നത്. നമ്മുടെ വിഷനൊന്ന് മാറണം. ഭൗതികതയിൽ അഭിരമിക്കുന്ന നമ്മുടെ വിഷനൊന്ന് മാറിയിട്ട് അതിനപ്പുറമുള്ള അറിവിലുമേറിയ അറിവിനെ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ്. ഇനി എത്ര ജന്മം കഴിഞ്ഞാലാണ് അതിലേക്ക് സഞ്ചരിക്കാൻ പറ്റുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഈ ജന്മത്തിൽ നമുക്ക് ചെയ്യാവുന്ന ചെയ്തിട്ട് ഒരു ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിട്ട് പോകണം നമുക്ക്. ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആദിത്യ മണ്ഡലസ്ഥനായ പൂഷനെയാ പറയുന്നത്. യഹ അസൗ പുരുഷ, യാതൊരുവനാണോ ആ പുരുഷൻ, ആ ആദിത്യ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരുഷൻ, സഹ അവൻ, യഹ സഹ, യാതൊരുവനാണോ അവൻ. ഇവിടെ സഹ എന്ന് പറഞ്ഞ അവൻ എന്നുള്ള അർത്ഥമാണ്. അസൗ എന്ന് പറയുന്നത് നമുക്ക് സഹ, സായുടെ കൂടെ ഹാ എഴുതിയാൽ സഹ വിത്ത് എന്നർത്ഥം, കൂടെ. അപ്പൊ യഹ അസൗ പുരുഷ, യാതൊരുവനാണോ ആ പുരുഷൻ, ആ ആദിത്യ പുരുഷൻ, സഹ അവൻ, അസൗ അല്ലെ, സഹ അസൗ ആ അവൻ, അഹമസ്മി ഞാനാകുന്നു. ഏതൊരു പുരുഷനെയാണോ ഞാൻ മറമാറ്റി കാണാൻ ആഗ്രഹിക്കുന്നത് ആ പുരുഷൻ ഞാൻ തന്നെയാകുന്നു എന്നുള്ള ബോധത്തിൽ ഇങ്ങനെ എത്തുകയാണ്. എന്തൊരു വലിയ ബോധത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് അല്ലേ. അങ്ങനെയൊക്കെ നമുക്കൊരു ബോധം കിട്ടിയ എത്ര ജന്മങ്ങൾ എടുത്തതിൻ്റെയൊക്കെ ഫലമായി നമുക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഗുരുവിനോട് മനസ്സിളകി പ്രാർത്ഥിക്കണം. ശരീരത്തിന് ഇനി വരല്ലേ ഭഗവാനെ അല്ലേ. വരുവാണെങ്കിൽ തന്നെ ഭഗവാനെ ഭജിക്കാനാവണേ, അറിയാനാവണേ, കൂടുതൽ അറിയാനാവണേ ഇനി ഒരു വരവ്. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. യഹ അസൗ പുരുഷ, അത് ഓരോരുത്തർക്കും വ്യക്തിപരമായി അതിൻ്റെ കടമയുണ്ട്. കടമകൾ ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും അവൻ്റെ വഴി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അഹം അസ്മി ഞാനാകുന്നു. നമ്മളിവിടെ നേരത്തെ പശ്യാമി പറഞ്ഞില്ലേ, അഹം പശ്യാമി പോലെ അസ്മി എന്ന് പറഞ്ഞാലും ഞാൻ ആകുന്നു, ആകുന്നു എന്നർത്ഥാണ്. അസ്മി ആകുന്നു, ഈസ് ആകുന്നു, അഹം അസ്മി അതൊരു ഫസ്റ്റ് പേഴ്സൺ ആണ്. ആ വേർഡ് ക്രിയാരൂപമാണ്. അഹം അസ്മി ഞാനാകുന്നു. സോഹം അസ്മി ഭാരതത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മികമായ ധ്യാനമന്ത്രമാണ് സോഹം എന്നുള്ളത്. അപ്പോൾ സഹ അഹമസ്മി, സഹ അസൗ ആ അവൻ, അഹമസ്മി ഞാനാകുന്നു എന്നാണ് വേർഡ്. ഓൺലി ദ വേർഡ് മീനിങ്. വേർഡ് മീനിങ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ വിശദീകരണത്തിലേക്ക് പോയിട്ടില്ല. ഇതൊക്കെ ടഫാണെന്നൊന്നും വിചാരിക്കരുത്. വ്യാഖ്യാനത്തിലൂടെ എല്ലാം ക്ലിയറാക്കി നമുക്ക് ഭഗവാൻ തരും എന്ന് തന്നെ കരുതാം. അപ്പോൾ നമുക്കിതിൻ്റെ ആശയം ഒന്ന് വെറുതെ ഒന്ന് ക്രോഡീകരിച്ചിട്ട് പറഞ്ഞിട്ട് നമുക്ക് തർജ്ജമയിലേക്ക് പോവാം. ഓരോരുത്തരും ഒന്ന് മനസ്സിലേക്ക് പറഞ്ഞു വെച്ച വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടി നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ വാക്ക് പൂഷൻ അല്ലയോ പൂഷാവേ. അർത്ഥം എഴുതിയത് ഒന്നുകൂടെയൊക്കെ ചെക്ക് ചെയ്യുക. അല്ലയോ പൂഷാവേ, അതായത് ലോകത്തെ പോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നവനെ, ഏകർഷേ ഏകനായി ഗമിക്കുന്നവനെ, ഏകനായ ഋഷിയായിരിക്കുന്നവനെ, നീ ഒരാൾ മാത്രമാണ് സർവ്വതിനെയും അറിയുന്നവൻ, കടന്നു കാണുന്നവൻ നീയാണ്. പൂഷനെ തന്നെ വിശേഷിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഒന്നും എല്ലാം വേറെ വേറെ ആണെന്ന് ധരിക്കരുത്. എല്ലാം ഒരാൾ തന്നെ അവരുടെ വിശേഷണങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ
ഏകർഷേ ഏകനായി ഗമിക്കുന്നവനെ, ഏകനായ ഋഷിയായിരിക്കുന്നവനെ, കടന്നു കാണുന്നവനെ. പിന്നെന്തോ യമ സർവ്വതിനെയും നിയന്ത്രിക്കുന്നവനെ, സർവനിയന്താവേ, പ്രാജാപത്യ പ്രജകൾക്കെല്ലാം പതിയായിരിക്കുന്നവനെ, പതിയായിരിക്കുന്നവനുമായ സൂര്യദേവ, സൂര്യ അല്ലയോ സൂര്യദേവ, സർവ്വതിനെയും തന്നിലേക്ക് ആകർഷിക്കുന്ന, സർവപ്രാണങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്ന അല്ലയോ സൂര്യദേവ, അല്ലയോ സൂര്യദേവ, രശ്മീൻ വ്യൂഹ, അങ്ങയുടെ കിരണങ്ങളെ ഒന്ന് അടക്കിയാലും, തേജ സമൂഹ, അങ്ങയുടെ തേജസ്സിനെ ഒന്ന് നിയന്ത്രിക്കൂ. കിരണങ്ങളെ അടക്കണം, തേജസ്സിനെ നിയന്ത്രിക്കണം. ഈ ഉള്ളവന് കാണാനാണ്. തേ കല്യാണതമം രൂപം, നിന്റെ ഇവിടെ പൂഷൻ സൂര്യനാണെന്ന് ധരിക്കരുത്, പരബ്രഹ്മ സ്വരൂപമായിട്ട് വെച്ചിട്ടാണ് പൂഷനെ പ്രാർത്ഥിക്കുന്നത്, ഓർത്തോളണം. തേ കല്യാണതമം രൂപം, നിന്റെ ആ മംഗളാത്മകമായ സ്വരൂപത്തെ, ആനന്ദാത്മകമായ സ്വരൂപത്തെ, യത് തത്, ആ സ്വരൂപം യാതൊന്നാണോ, പശ്യാമി, ഞാൻ അതിനെ കാണുന്നു. നിന്റെ സ്വരൂപത്തെ ഞാൻ അറിയുന്നു. അത് ആനന്ദമാണെന്ന്, മംഗളാത്മകമാണെന്ന് ഞാൻ അറിയുന്നു. അത് ദുഃഖമല്ലെന്ന് ഞാൻ അറിയുന്നു. ബാക്കിയുള്ള അറിവുകളൊക്കെ എനിക്ക് ദുഃഖം തരുന്നതാ. എൻ്റെ ഭാര്യയാണെങ്കിലും, എൻ്റെ മക്കളാണെങ്കിലും, എൻ്റെ സമ്പത്താണെങ്കിലും, എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും, എൻ്റെ എല്ലാം എന്നെ ദുഃഖിപ്പിക്കുന്നതാണ്. അതായത് ജീവിതത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാണ് നമുക്ക് ദുഃഖം തന്നിട്ട് ഇട്ടിട്ട് പോണത്. ഈ ശരീരത്തെ ഒന്ന് സ്നേഹിച്ചു നോക്കൂ. എന്തോരം വേദനിപ്പിച്ച് അവസാനം ദുഃഖം തന്നിട്ട് ഇട്ടിട്ട് പോകും ശരീരം. ഈ ശരീരത്തെ പോറ്റാൻ വേണ്ടി ഒരു മനുഷ്യായുസ് മുഴുവൻ കളഞ്ഞവരാണ്. എത്ര കാഴ്ചകൾ കണ്ട് സുഖിച്ചു, രസിച്ചു, രുചിച്ചു, ആനന്ദിച്ചു ഒക്കെ വന്നവരാ. എന്നിട്ട് അവസാനം ഈ ശരീരം എന്ത് ചെയ്യും? നമ്മളെ ഇട്ട് ദുഃഖിപ്പിച്ചിട്ട് കടന്നു പോകും. അതാ പറഞ്ഞ്, ഏതൊന്നും നമ്മളെ ഈ ലോക ജീവിതത്തിൽ ആനന്ദിപ്പിച്ചോ അതെല്ലാം അവസാനം നമുക്ക് ദുഃഖം തന്നിട്ട് ഇട്ടിട്ട് പോകും. പക്ഷെ നീ അങ്ങനെയല്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരർത്ഥമില്ലാത്ത കാര്യത്തിൽ ഇനി എൻ്റെ മനസ്സ് പിടിച്ചിട്ട് എന്താ കാര്യം? അതൊക്കെ ഞാൻ വിട്ടു. ഇനി എനിക്ക് നിന്റെ കിരണങ്ങളും വേണ്ട, നിന്റെ തേജസ്സും കാണണ്ട. എനിക്ക് അതൊക്കെ ഒന്ന് മാറ്റിത്തരൂ. ഞാൻ സത്യധർമ്മനായിരിക്കുന്നു, അത് മാറ്റിത്തരൂ. എന്നിട്ട് തേ കല്യാണതമം രൂപം യത് തത്, നിന്റെ മംഗളാത്മകമായ യാതൊരു രൂപമുണ്ടോ അത് പശ്യാമി, അങ്ങനെ ഒന്നിനെ ഞാൻ അറിയുന്നു, അങ്ങനെ ഒന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, സത്യം ഒന്നൊന്നുണ്ടെന്ന് അറിഞ്ഞാലല്ലേ അതിലേക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. സത്യം ഒന്നൊന്നുണ്ടെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന മനുഷ്യരാണ് ഈ ലോകത്തിൽ 95%. കാണുന്നതിനെ മാത്രം പിടിച്ചു വെച്ചുകൊണ്ട് ചത്തുപോകുന്നു, പാവം ശിവ ശിവ എന്ന് പറയും. അങ്ങനെയുള്ളവരാണ്. അപ്പോഴും നമ്മൾ ഓർക്കണം, അതിനപ്പുറമുള്ള ഒരു അറിവിനെ അറിയാൻ ഒരു ദൈവാനുഗ്രഹം നമുക്ക് കിട്ടിയത് എത്ര ഭാഗ്യാന്ന് ഓർത്തു നോക്കൂ. നമുക്ക് കിട്ടിയ നന്മകളെക്കുറിച്ചും ഭാഗ്യത്തെക്കുറിച്ചും ഒക്കെ ഇടയ്ക്ക് നമ്മളൊന്ന് ഓർക്കണം. കൃപയോടെ നമ്മൾ അതിനെ, കാരുണ്യത്തോടെ നമ്മൾ ആ അനുഗ്രഹത്തെ ഒന്ന് ഓർക്കണം. പക്ഷെ നമുക്കതിന് എവിടെയാ നേരം അല്ലേ? നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചും നമ്മുടെ ഭൗതികതയെക്കുറിച്ചൊക്കെ ഓർത്ത് ദുഃഖിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നേരം ഉണ്ടെങ്കിലല്ലേ ഇത് ആലോചിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം അതൊക്കെ അങ്ങനെ വരും, ഓരോ ദശ വന്ന പോലെ പോകും. തിരിയാ ലോകരഹസ്യമാർക്കുമേ, ആർക്കും അറിയില്ല ലോകരഹസ്യം, ജഗദീശന് മാത്രമേ അറിയുള്ളൂ. ആ വരുന്ന കർമ്മങ്ങൾ അപ്പോൾ ശാന്തമായി അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതാണ് നമ്മൾ ഉപനിഷത്തൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിത ഗന്ധിയാക്കി ജീവിതത്തിലേക്ക് ചേർത്ത് നാം വെക്കേണ്ടത്. അപ്പോൾ കല്യാണതമം രൂപം യത് തത്, അങ്ങയുടെ മംഗളാത്മകമായ ആനന്ദസ്വരൂപമായ യാതൊരു രൂപമുണ്ടോ തത് പശ്യാമി, അതിനെ ഞാൻ അറിയുന്നു. പശ്യാമി എന്ന് പറഞ്ഞാൽ കാണുന്നു എന്നർത്ഥം. കാണുന്നു മീൻസ് ഈ പരബ്രഹ്മ ചൈതന്യത്തെ കാണാൻ പറ്റില്ല. ഐ നോ, ഞാൻ അറിയും, ഐ ഫീൽ, ഞാൻ അനുഭവിക്കുന്നു, ഞാൻ അറിയുന്നു. പൂർണ്ണതയിൽ എത്തിയിട്ടില്ല, ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. യഹ അസൗ പുരുഷ, യാതൊരുവനാണോ ആ പുരുഷൻ. യഹ അസൗ പുരുഷ, യാതൊരുവനാണോ ആ പുരുഷൻ, ആ പരബ്രഹ്മ ചൈതന്യം. സഹ അസൗ, അവൻ, അഹമസ്മി, അവൻ ഞാനാകുന്നു എന്ന് പറയാണ്. സഹ അഹമസ്മി, ആ പുരുഷൻ, ആ പരബ്രഹ്മ സ്വരൂപത്തെ ഞാൻ അറിയുമ്പോൾ അത് ഞാൻ തന്നെയാണെന്ന് ഞാൻ
വലിയ തിരിച്ചറിവിലേക്ക് വരുന്നു എന്നർത്ഥം. അത് ഈശ്വരനെ അറിഞ്ഞാൽ പിന്നെ ആ ഈശ്വരൻ ഞാൻ തന്നെയാണെന്ന് അറിയുന്നു. ആ ഒരു ബോധത്തിലേക്കാണ്, നമ്മുടെ പരബ്രഹ്മ ആരാധനയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗുരുവിൻ്റെ തർജ്ജമ ഒന്ന് നോക്കാം. തർജ്ജമ എല്ലാവരും ഗുരുവിൻ്റെ പ്രാർത്ഥനാ മഞ്ജരിയിലെ തർജ്ജമ എടുത്ത് വെക്കുക. 18, 19 മന്ത്രങ്ങളും അതിനോടൊപ്പം തന്നെ 20ാമത്തെ മന്ത്രത്തിൻ്റെ 2 വരിയും ചേരുന്നതാണ് 16ാമത്തെ മന്ത്രത്തിൻ്റെ ഭാഷ. കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചോളണം. എന്നിട്ട് പറയാണ്, ഈ ഗുരു എങ്ങനെയാണ് അതിനെ ലളിതമായ രീതിയിൽ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നത് എന്ന് നമുക്ക് നോക്കാം. പിറന്നാദിയിൽ നിന്ന്, അതായത് ആദിയിൽ ഉണ്ടായി. പിറന്നെന്ന് പറഞ്ഞാൽ ഉണ്ടായി, ആദിയിൽ, സൃഷ്ടേഹേ പൂർവം, അല്ലേ? നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം ഇങ്ങനെ വിലസുന്നതിന് മുൻപ് തന്നെ അല്ലയോ ജഗദീശ്വര അങ്ങ് സത്തായിട്ടുണ്ട്. അപ്പോൾ ആ ആദിയിൽ ഉണ്ടായി, ആ പൂഷനെ വിളിക്കുകയാണ്. ആദിയിൽ ഉണ്ടായവനെ എന്നുള്ള അർത്ഥമാണ്. പൂഷൻ ആണ് ആദിയിൽ ഉണ്ടായ പരബ്രഹ്മമായി പ്രതീകമാക്കി വെച്ചിരിക്കുന്നത് എന്ന് ഓർത്തോളണം. അപ്പോൾ ആദിയിൽ ഉണ്ടായി ഏകനായി വന്നിങ്ങു. ഇതിനെ നമുക്ക് കഴിഞ്ഞ മന്ത്രങ്ങളിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ വേർഡ് ബൈ വേർഡ് മീനിങ് ആയിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് ഒരു ആശയമാണ് ഉള്ളടക്കി വെച്ചിരിക്കുന്നത്. ചില മന്ത്രങ്ങൾ ആശയത്തെ ഗുരു ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പറ്റുന്നത്ര നമുക്ക് ചെയ്തു പോവാം. ഏകനായി വന്നിങ്ങു, അവിടെ ഏകർഷേ, അല്ലേ? ഏകനായി വന്നിങ്ങു, അങ്ങ് ഏകനായ ഋഷിയായി ഗമിക്കുന്ന അങ്ങ്. ആദിയിലുണ്ടായി ആ ഏകനായി ഗമിക്കുന്ന അല്ലയോ പരമ്പൊരുളെ പൂഷൻ അങ്ങ്. സൃഷ്ടിയും സ്ഥിതിയും നാശവും ചെയ്യും, അല്ലേ? സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ കൂടി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന എന്നർത്ഥം. അങ്ങ് തന്നെ സൃഷ്ടിച്ചത്. സൃഷ്ടി അങ്ങ് തന്നെയാണ്, സ്രഷ്ടാവ് അങ്ങ് തന്നെയാണ്, സൃഷ്ടിജാലം അങ്ങ് തന്നെയാണ്, സൃഷ്ടിക്കുള്ള സാമഗ്രിയും അങ്ങ് തന്നെയാണ്. നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ പലതില്ല, ഒന്നേ ഉള്ളൂ. ഏകം ഏവ അദ്വിതീയം, ഒന്നേ ഉള്ളൂ, പലതില്ല. ഭൂതവും ഭാവിയും വർത്തമാനവും നീ തന്നെ, അല്ലേ? മായയും മായാവിയും മായാവിനോദനും നീ തന്നെ. ആഴിയും തിരയും കാറ്റും ആഴവും നീ തന്നെ. അപ്പോൾ എല്ലാം നീ തന്നെ, ഒന്നും പലതിവിടെ ഇല്ല, ഏകനാണ്. അതുകൊണ്ടാണ് ഏകനായി വന്നിങ്ങ് സൃഷ്ടിയും സ്ഥിതിയും നാശവും ചെയ്യും. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ കൂടി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, ഇതിവിടെ ഒരു സർവനിയന്താവായ ഒരു ഈശ്വരൻ ഉണ്ടെന്നറിയാതെ നമ്മൾ ഓരോരുത്തരും സർവ്വതിനെയും നിയന്ത്രിക്കുന്ന നിയന്താക്കളായി മാറിയിരിക്കുക ഈ ലോകത്ത്. എൻ്റെ കുടുംബത്തെ നോക്കുന്ന ഞാൻ ഗൃഹനാഥൻ, എൻ്റെ മക്കളെ വളർത്തിയ ഞാൻ അച്ഛൻ, അല്ല? എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ജോലി ചെയ്ത് എൻ്റെ മക്കളെ വളർത്തുന്നു, ഞാൻ വീട് കെട്ടുന്നു, ഞാൻ സ്ഥലം വാങ്ങുന്നു, ഞാൻ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഞാനാണോ ചെയ്യണ? സത്യത്തിൽ ഞാനല്ല ചെയ്യുന്നത്. എന്നിലൂടെ എല്ലാ കർമ്മങ്ങളും നടത്തുന്നത് ഈശ്വരൻ തന്നെയാണ്, ഞാനല്ല. ഞാനവിടെ ആരുമേ അല്ല. ഈ ഒരു ബോധം നമുക്ക് എന്നുണ്ടാകുമെന്ന് അറിയില്ല. ആ ബോധം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നാം ആ ഈശ്വരനിലേക്ക് സമർപ്പിതമാകാൻ നമുക്ക് സാധിക്കുന്നത്. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ പ്രയത്നിക്കുന്നത്, ഗുരു തന്നതിനെ പഠിക്കാൻ ശ്രമിക്കുന്നത്. സൃഷ്ടിയും സ്ഥിതിയും നാശവും ചെയ്യും. സൃഷ്ടിസ്ഥിതി നാശങ്ങളിലൂടെ, അല്ലേ, സർവ്വതിനെയും നിയന്ത്രിക്കുന്നവനെ. അവിടെ യമ സൂര്യ പ്രാജാപത്യ ഒക്കെ പറയാം നമുക്ക്. ഏകദേശം ഒരാശയം അങ്ങനെ പറയാം. യമ സൂര്യ പ്രാജാപത്യ, കറക്റ്റായിട്ടല്ല കേട്ടോ, അത് ഏകദേശം ഒരാശയം. എന്നിട്ട് പറയാണ് സൂര്യ മാറ്റുക രശ്മിയെ. കണ്ടോ? സൂര്യ മാറ്റുക രശ്മിയെ. എങ്ങനെയാണ് നമ്മളത് മന്ത്രത്തിൽ ഏതാ പഠിച്ചത്? ചിലതൊക്കെ നമുക്ക് കിട്ടും. സൂര്യ മാറ്റുക രശ്മിയെ, മാറ്റുക രശ്മി. രശ്മിയും യുഗ, അല്ലെ? ആ രശ്മിയെ ഒന്ന് അടക്കൂ. സൂര്യ, പൂഷൻ ആ രശ്മിയെ ഒന്ന് അടക്കൂ. എന്നിട്ട് പറയണം അടക്കുകിങ്ങു കാൺമാനായി നിൻ കല്യാണകളേബരം. അവിടെ സൂര്യ മാറ്റുക രശ്മിയെ എന്ന് പറഞ്ഞ രശ്മിയും യുഗ. പിന്നെ അടക്കുക എന്ന് പറഞ്ഞ എന്താ? നിന്റെ തേജസ്സിനെ ഒന്ന് അടക്കുക.
കിരണങ്ങളെ നിയന്ത്രിക്കണം, അടക്കണം, തേജസ്സിനെ ഒന്ന് അടക്കണം. ഇനി തർജ്ജമ നിങ്ങൾ ചൊല്ലുമ്പോൾ ഈ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നിട്ട് ആ സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ഉച്ചരിച്ചോളണം, ചൊല്ലിക്കോളണം. ഇത്രയും നാളും നമ്മൾ വെറും വൈഖരിയായിട്ട് കടന്നുപോയി. വെറും നാമവും രൂപവും മാത്രമായിരുന്നു നമ്മളിൽ നിന്ന് പുറത്ത് വന്നത്. ഇനി നമ്മളിൽ നിന്ന് സത്തിനെയാണ് പുറത്തേക്ക് വരേണ്ടത്, ആശയത്തെയാണ് പുറത്തേക്ക് വരേണ്ടത്, ഉണ്മയാണ് ഇനി നമ്മളിലൂടെ പുറത്തേക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് ഇത് വളരെ ശ്രദ്ധയോടെ പഠിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ അടക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ തേജസ്സിനെ ഒന്ന് അടക്കുക. ഇങ്ങു കാൺമാനായി നിൻ കല്യാണ കളേബരം. എന്തിനാ അടക്കുന്നത് എന്ന് ചോദിച്ചാൽ നിൻ കല്യാണ കളേബരം ഇങ്ങു കാൺമാനായി. കളേബരം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം. എങ്ങനെയുള്ള കളേബരമാണ്? കല്യാണ കളേബരം. അതിന് ഗുരു ഏത് പദമാണ് ഋഷി ഉപയോഗിച്ചിരിക്കുന്നത്? ഉപനിഷത്ത് ഋഷി ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാ? കല്യാണതമം രൂപം അല്ലേ? അതിന് ഗുരു ഉപയോഗിച്ചിരിക്കുന്നു നിൻ കല്യാണ കളേബരം. ആ കല്യാണം എന്നുള്ള വാക്ക് സംസ്കൃത പദം തന്നെ, മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് കല്യാണം എന്ന്. പക്ഷെ അത് സംസ്കൃത പദമാണ്. ധാരാളം പദങ്ങൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒറിജിൻ സംസ്കൃതം തന്നെയാണ്. പിതാവ്, മാതാവ്, പുത്രൻ, ഇങ്ങനെയൊക്കെ പറയുന്ന മിക്കവാറും ഉള്ള പദങ്ങൾ സംസ്കൃതം തന്നെയാണ്. അപ്പോൾ നിൻ കല്യാണ കളേബരം എന്ന് പറഞ്ഞാൽ കല്യാണതമം രൂപം. ഒന്ന് കാണണം, എനിക്ക് കാൺമാനായി, കാണുന്നതിനാ. നിൻ കല്യാണ കളേബരം കാൺമാനായി എന്ത് ചെയ്യണം? സൂര്യ മാറ്റുക രശ്മിയെ, പിന്നെ അടക്കുക. സൂര്യൻ നിന്റെ രശ്മിയെ മാറ്റണം, തേജസ്സിനെ അടക്കണം. എന്തിനാ? ഫോർ വാട്ട് പർപ്പസ്? എന്തിനാ നമ്മൾ ഇതിനെ അടക്കാൻ പറയുന്നത്? എന്തിനാ ഇതിനെ നിയന്ത്രിക്കാൻ പറയണത്? നിന്റെ ആ മംഗളാത്മകതയെ, ആ സൗന്ദര്യാത്മകതയെ, ആനന്ദാത്മകതയെ എനിക്കൊന്ന് അനുഭവിക്കണം അതിനായിട്ട്. എന്നിട്ട് പറയാണ്, നോക്കൂ, കണ്ടുകൂടാത്തതായി കണ്ണുകൊണ്ടു കാണപ്പെടുന്നതായി. കണ്ടുകൂടാത്തതായി ഈശ്വരന്റെ ശരിയായ സ്വരൂപത്തെ നമുക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്ത നിന്റെ സ്വരൂപത്തെ എന്നർത്ഥം. കണ്ടുകൂടാത്തതായി, എൻ്റെ ബാഹ്യ ചക്ഷുസ് കൊണ്ട് കാണാനാവാത്തത് എന്നർത്ഥം. കണ്ടുകൂടാത്തത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന എന്താ? പുറമേ നമ്മൾ കാണുന്ന സകലതും ജഡക്കാഴ്ചകളാണ്. ചൈതന്യത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഫാൻ കറങ്ങണ കാണാൻ, അതിൻ്റെ ശക്തിയെ കാണാൻ പറ്റുമോ? ബൾബ് തെളിയുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആ പ്രകാശമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, ചൂടും കിട്ടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ചൈതന്യത്തെ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അപ്പോൾ രൂപമില്ലാത്തതിനെ ആ ബാഹ്യ ചക്ഷുസ് കൊണ്ട് കാണാനാവില്ല. അതുകൊണ്ടാണ് കണ്ടുകൂടാത്തതായി എന്ന് പറഞ്ഞത്. എനിക്ക് നിന്നെ കണ്ടുകൂടാന്ന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദമല്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് എന്നർത്ഥം. പിന്നെ പറയാണ് കണ്ടുകൂടാത്തതായി, ബാഹ്യ ചക്ഷുസ് കൊണ്ട് അറിയാൻ സാധിക്കാത്ത. അതാണ് പറഞ്ഞത്, ഈശ്വരൻ കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ മണക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനാവില്ല ചൈതന്യത്തെ. ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും അറിയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ടുകൂടാത്തതായി. കണ്ണ് മാത്രമല്ല, ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ടും അറിയാൻ പറ്റാത്തത് എന്നർത്ഥം. കണ്ടുകൂടാത്തതായി കണ്ണ്, ഇവിടെ കണ്ണിന് നമുക്ക് എല്ലാ ഇന്ദ്രിയങ്ങൾ എന്നുള്ള അർത്ഥം കൊടുക്കാം. കണ്ണുകൊണ്ട് കാണപ്പെടുന്നതായി, അതായത് രൂപമില്ലാത്ത ഈശ്വരൻ പൂഷന്റെ രൂപം ധരിച്ചപ്പോൾ എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ ഒരു വിഗ്രഹത്തെ നമ്മൾ ഉപാസനാമൂർത്തിയായി വെച്ചുകൊണ്ട് ഉപാസന ചെയ്യുമ്പോൾ ആ വിഗ്രഹം നമുക്ക് കണ്ണുകൊണ്ട് കാണും. പക്ഷേ ആ വിഗ്രഹം കൊണ്ട് ഉപാസന ചെയ്യുന്ന ചൈതന്യത്തെ കണ്ടുകൂടാത്തതാണ്, കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇവിടെ പറയാണ്, സൂര്യരൂപം ധരിച്ചു നിൽക്കുന്ന നിന്നിൽ രൂപമില്ലാത്ത ഈശ്വരനുണ്ട്. നിന്റെ രൂപത്തെ ഞാൻ കാണുമ്പോഴും ആ നിന്നിൽ നിൽക്കുന്ന ആ രൂപമില്ലാത്ത ഈശ്വരനെ ഞാൻ അറിയുന്നു എന്നാണ് പറഞ്ഞത്. പുരുഷനെ ഒരു ഉപാധിയാക്കി വെച്ചുകൊണ്ട് ഞാൻ പരബ്രഹ്മ ആരാധന ചെയ്യുമ്പോൾ രൂപമുള്ള നിന്നിൽ ഞാൻ കാണുന്നത് രൂപമില്ലാത്ത ചൈതന്യത്തെയാണ് എന്നാണ് അർത്ഥം. അതാണ് കണ്ടുകൂടാത്തതായി, ബാഹ്യ ചക്ഷുസ് കൊണ്ട് അറിയാൻ പറ്റാത്തതും കണ്ണുകൊണ്ട്, എന്നാൽ എൻ്റെ ബാഹ്യമായ
കണ്ണുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഞാൻ കാണപ്പെടുന്നതുമാണ്, അറിയുന്നതുമാണ്. രണ്ടുമാണ്. കാണപ്പെടാത്തതുമാണ്, കാണുന്നതുമാണ് എന്നർത്ഥം. അപ്പൊ കാണപ്പെടാത്തത് എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. കണ്ടുകൂടാത്തത് ചൈതന്യമാണ്. കണ്ണുകൊണ്ട് കാണപ്പെടുന്നത് ഉപാധിയാണ്. പുരുഷനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാം. അപ്പോൾ കണ്ണുകൊണ്ട് കാണപ്പെടുന്നതായി, അത് സൂര്യരൂപം ധരിച്ചു നിൽക്കുന്ന നിന്നിൽ എന്നുള്ള അർത്ഥമാണ്. എന്നിട്ട് പറയാണ് നിന്നിൽ നിൽക്കുന്ന, അതായത് നിന്നിൽ ഇരിക്കുന്ന, നിന്നിൽ തുടിക്കുന്ന, നിന്നിൽ ചൈതന്യമായിരിക്കുന്ന, അങ്ങയിൽ സ്ഥിതി ചെയ്യുന്ന, അല്ലയോ ജഗദീശ്വര ഉഷാവേ, നിന്നിൽ നിൽക്കുന്ന, നിന്നിൽ കുടികൊള്ളുന്ന പുരുഷാകൃതി, പുരുഷാകൃതി പുരുഷരൂപം ചൈതന്യം. ഇത് വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ മാറും കേട്ടോ. പുരുഷാകൃതി എന്ന് പറഞ്ഞാൽ പുരുഷരൂപം, നിന്നിലുള്ള ചൈതന്യം എന്നർത്ഥം. പൂഷനിൽ ഇരിക്കുന്ന ചൈതന്യം ആരുടെ ചൈതന്യ? ജഗദീശ്വരന്റെ ചൈതന്യം. ഒരു വൃക്ഷത്തിലിരിക്കുന്ന ചൈതന്യം ആരുടെ? ജഗദീശ്വര ചൈതന്യം. നമ്മളിരിക്കുന്ന ചൈതന്യം ആരുടെ? ജഗദീശ്വരന്റെ ചൈതന്യം തന്നെ. ആ ഒന്നാണ് പലതായി പെരുകിയിരിക്കുന്നത്. അപ്പൊ പറയാണ് അതിൽ ഒന്നിനെ എടുത്തു വെച്ചിട്ട് ഉപാസന ചെയ്യാണ്. അത് പൂഷനെ, ലോകത്തിനെല്ലാം വെളിച്ചം പകരുന്ന ആ പൂഷനെ തന്നെ ഇവിടെ ഉപാസന മൂർത്തിയാക്കി വെച്ചിട്ടാണ് പറയുന്നത്. നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി, നിന്നിൽ സ്ഥിതി ചെയ്യുന്ന ആ ചൈതന്യം, ആ പുരുഷരൂപം. പുരുഷരൂപം എന്ന് പറഞ്ഞാൽ ആത്മരൂപം ഏതാണോ, ഏതാണ് എന്ന് പറഞ്ഞ യഹ, ഏതാണോ അതാണു ഞാൻ, ഞാൻ അത് തന്നെ. നിന്നിലുള്ള ചൈതന്യം ഏതാണോ അത് തന്നെയാണ് ഞാൻ എന്ന് ഞാൻ അറിയുന്നു. ഈ ഒരു ബോധത്തിൽ എത്തുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി, നിന്നിൽ സ്ഥിതി ചെയ്യുന്ന ചൈതന്യം ഏതാണോ അതാണു ഞാൻ. സോഹം, സോഹം. നമ്മളെപ്പോഴും ഗുരുക്കന്മാർക്ക് നമ്മളോട് ധ്യാനിക്കാൻ പറയും സോഹമെന്ന്. നീ തന്നെയാണ് ഞാൻ. സഹ അഹം, അവൻ തന്നെയാണ് ഞാൻ. ഏറ്റവും വലിയൊരു ഉപാസനയാണത് സോഹമെന്ന്. അത് പണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. രമണ മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു കുഞ്ഞു കുട്ടി, ഏകദേശം ഒരു 3 വയസ്സൊക്കെയുള്ള ഒരു കഥ ഇപ്പം എങ്ങനെയാ ബോധമണ്ഡലത്തിൽ കിട്ടുമെന്നറിയില്ല. പണ്ട് വായിച്ചത് ഒരു ഓർമ്മ വരികയാണ്. ആ കുട്ടി അവരുടെ മാതാപിതാക്കളെ 3 വയസ്സുള്ളപ്പോൾ തന്നെ കുഞ്ഞിനെ ഗുരുവിൻ്റെ അടുത്ത്, പിന്നെ രമണ മഹർഷിയുടെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒന്നും വേദാന്തമോ തത്വങ്ങളോ ഈശ്വര തത്വങ്ങളോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത കുട്ടിയല്ലേ. അപ്പോൾ ആ അച്ഛനമ്മമാർ ഗുരുവിനെ ഒന്ന് സ്പർശിക്കാനും ഗുരുവിനെ ഒന്ന് അറിയാനും കുഞ്ഞിന് അനുഗ്രഹമാകാനും ഒക്കെ വന്നത്. അപ്പോൾ വേഗം ഗുരു കുട്ടിയോട് പറഞ്ഞു കൊടുത്തു, സോഹം എന്ന് എപ്പോഴും സോഹം എന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞു. സോഹം. അപ്പോൾ അങ്ങനെ സോഹം എന്ന് പഠിപ്പിച്ചു. കുട്ടി എപ്പോഴും സോഹം ചൊല്ലി സോഹം 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 എപ്പോഴും പ്രാർത്ഥനയാണ്. ഏകദേശം എത്രയോ മാസം, വളരെ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചുപോയി എന്നറിയുന്നു. കാരണം ആ കുട്ടി സമാധിയായത് തന്നെ ഞാനതാണ് 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 എന്ന ആ ഈശ്വരനിലേക്ക് ലയിക്കുന്ന മന്ത്രവും കൊടുത്തുകൊണ്ട്. അപ്പോൾ രമണ മഹർഷി പറയാണ് മഹാസമാധി. ഇത്രയേ ഉള്ളൂ ആ ആയുസെങ്കിലും. ഒരു ഗുരുവിൻ്റെ, ഒരു സദ്ഗുരുവിൻ്റെ സമീപത്തേക്ക് എത്താൻ നിയോഗമുണ്ടെങ്കിൽ ആരാലെങ്കിലും നയിക്കപ്പെടും അവിടെ. അങ്ങനെ നയിക്കപ്പെട്ടു വന്നപ്പോൾ ആ ഒരു മന്ത്രം മതിയായിരുന്നു ഏകാഗ്രമാക്കി ആ സമാധി, മഹാസമാധിയിലേക്ക് എത്താനായിട്ട്. അത്രയും പ്രാരബ്ധം കൂടി ഉണ്ടായിരുന്നിരിക്കാം അല്ലേ. അപ്പോൾ ഈ സോഹം എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ അധ്യാത്മശാസ്ത്രത്തിലെ ധ്യാനമായിട്ട് ബ്രഹ്മത്തിനെ ധ്യാനിക്കാൻ, ഉപാസന ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ധ്യാന മന്ത്രവും കൂടിയാണ് സോഹം. അപ്പോൾ നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി ഏതാണോ സോഹം ഞാൻ, അതുതന്നെയാണ് ഞാൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതാണ് ഗുരുവിൻ്റെ തർജ്ജമ. അപ്പോൾ മന്ത്രത്തിൻ്റെ ആശയം പഠിക്കുക, തർജ്ജമയിലെ ഓരോ പദങ്ങളും മന്ത്രവുമായി ചേർത്ത് വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം. കാരണം ഇത് ഒത്തിരി ആശയഭാഗം നമ്മൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് മലയാളം, ഗുരുവിൻ്റെ മലയാള തർജ്ജമയുടെ അർത്ഥം ഒന്ന് നോക്കാം കേട്ടോ. ഗുരുവിൻ്റെ തർജ്ജമയുടെ ആശയം നമുക്കൊന്ന് നോക്കാം. പിറന്നാദിയിൽ നിന്ന് തുടങ്ങുന്ന സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായി, സൃഷ്ടിയുടെ ആരംഭത്തിൽ ആവിർഭവിച്ച് ലോകരക്ഷണം ചെയ്ത് ഒറ്റയ്ക്ക് സഞ്ചരിച്ച് പ്രജകൾക്കെല്ലാം പതിയായിരിക്കുന്നവനും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ കൂടി
എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനും സകല പ്രാണങ്ങളെയും രസങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനുമായ അല്ലയോ ഭഗവൻ പൂഷൻ. സകല പ്രാണങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനുമായ അല്ലയോ പൂഷൻ, അങ്ങയുടെ കിരണങ്ങളെ നിയന്ത്രിക്കൂ. തേജസ്സിനെ ഒന്ന് ശമിപ്പിക്കൂ. അത്യന്തം ശോഭനമായ ആ മുഖം ഞാനൊന്ന് കാണട്ടെ എന്നർത്ഥം. ആ കളേബരം, സുന്ദര കളേബരം, ആ മംഗള സ്വരൂപം ഞാനൊന്ന് കാണട്ടെ. എൻ്റെ പുറം കണ്ണുകൾക്ക് അതിന് കഴിയുന്നില്ല. എൻ്റെ ബാഹ്യ ചക്ഷുസ് കൊണ്ട് ആ സുന്ദര കളേബരത്തെ കാണാൻ പറ്റില്ല. അപ്പോൾ രൂപം ധരിച്ച് നിൽക്കുന്ന അങ്ങയിൽ, എന്നിട്ട് അതുകൊണ്ട് പറയണം, എനിക്ക് ഡയറക്റ്റ് ആ സ്വരൂപത്തെ അറിയാനുള്ള ഒത്തിരി പരിമിതികളുണ്ട്. അതുകൊണ്ട് പറയണം, രൂപം ധരിച്ച് നിൽക്കുന്ന, പൂഷന്റെ രൂപം ധരിച്ച് നിൽക്കുന്ന, സ്ഥിതി ചെയ്യുന്ന ആ പുരുഷ രൂപം ഏതാണോ, അങ്ങയിലെ സത്ത ഏതാണോ, അങ്ങയിലെ പുരുഷ രൂപം ഏതാണോ, ഞാൻ അത് തന്നെ എന്ന് കാണട്ടെ. ഞാൻ എന്തിനാ അങ്ങനെ കാണണത്? അങ്ങ് തന്നെയാണ് ഞാനെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി ഇത്രയും പരിശ്രമിക്കുന്നത്. അങ്ങയിലുള്ള പുരുഷരൂപം ഞാൻ തന്നെയാണെന്ന് ഞാനൊന്ന് അറിയട്ടെ എന്നാണ് പറയുന്നത്. ഉപാസകൻ ഒത്തിരി സഞ്ചരിച്ചു കഴിഞ്ഞു. അറിയാതെ ഓഡിയോ അൺമ്യൂട്ടായി പോവല്ലേ കേട്ടോ. അപ്പോൾ പറയാണ്, നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി ഏതാണതാണ് ഞാൻ. ആ പുരുഷരൂപം സ്വീകരിച്ചിരിക്കുന്ന, നിന്നിൽ സ്ഥിതി ചെയ്യുന്ന ആ ചൈതന്യം ഏതാണോ ഞാൻ അത് തന്നെ എന്ന് കാണട്ടെ എന്നാണ് മന്ത്രത്തിന്റെ അർത്ഥം. നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി ഏതാണതാണു ഞാൻ എന്നുള്ളതാണ്. ഉപാസകനായിരിക്കുക, നമ്മളിപ്പോൾ ഒരു ഉപാസകനാണെന്ന് മനസ്സിൽ സങ്കല്പിക്കുക. അപ്പം നമ്മൾ ഗുരുവിനെ ഉപാസിക്കുകയാണെങ്കിൽ ഗുരുവിലുള്ള അനുകമ്പയും കരുണയും ദയയും ആത്മചൈതന്യം എല്ലാം നമ്മളിലേക്ക് കിട്ടണം. അതിനെ നമ്മൾ ഗുരുവിനെ ഉപാസിക്കണം. അല്ലാതെ ഭൗതിക വസ്തു ചോദിക്കാനല്ല. ഞാനൊരു ഗുരുഭക്തനാണോ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്തനെന്നല്ല അർത്ഥം. ഭഗവാനെ അങ്ങയുടെ ഐശ്വര്യാദി ഗുണങ്ങൾ എന്നിലേക്ക് കിട്ടണം, അതാണ്. അപ്പോൾ ഇവിടെ പൂഷന്റെ അർത്ഥം പറയുക, ആ ഗുണം, ഈ പൂഷന്റെ സർവ്വതിനെയും പോഷിപ്പിക്കുന്ന ഗുണം ഒരു മനുഷ്യനുണ്ടാകണമെങ്കിൽ അവൻ്റെ ഹൃദയം ഏറെ തരളിതമാകണം, സോഫ്റ്റ് ആകണം. അനുകമ്പ കൊണ്ടും കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും നിറയണം. ആദ്യം അതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇന്ദ്രിയങ്ങളെ ബലത്തിലൊന്നും പിടിപ്പിച്ച് അടക്കാനൊന്നും പോകണ്ട. നമ്മുടെ ഉള്ളിലൊരു അനുകമ്പയും കരുണയും ദയയും വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ മതി. അതാണ് ഗുരു പറഞ്ഞ അരുളുള്ളവനാണ് ജീവി എന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞ അരുളുള്ള ജീവധാരകം, അല്ലേ? ഇതൊരു ജീവധാരകം, ഈ ജീവനെ കടത്തിവിടാനുള്ള മന്ത്രമാണ്. അതെവിടെ ആ വരി? അനുകമ്പാദേശത്തിലെ വരി എങ്ങനെയാ? അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി, അരുളൻ പനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം. അതാണ് അരുളിൻ്റെയും അൻപിൻ്റെയും അനുകമ്പയുടെയും പൊരുള് അറിഞ്ഞവൻ ഈ ജീവനെ എളുപ്പം തരണം ചെയ്യാൻ ഉള്ള ഗതി അവന് കിട്ടുന്നതാണ് അർത്ഥം. അപ്പോൾ മനുഷ്യന് ഈശ്വരൻ്റെ ഗുണം വരുത്തണമെങ്കിൽ നമ്മളിൽ ആദ്യം ഉണ്ടാക്കേണ്ട സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളം സ്നേഹസമ്പന്നമായിരിക്കണം. കരുണയും ദയയും ഒക്കെ നമുക്കുണ്ടാകണം എന്നർത്ഥം. അപ്പോൾ ആ ദയ കരുണയൊക്കെ ഉണ്ടാകാൻ നമ്മൾ ഒത്തിരി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകണമെങ്കിൽ ഒത്തിരി പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇങ്ങനെ ഓർത്താൽ മതി, ആർക്കും ഒരു ദുഃഖം ഉണ്ടാകുവാൻ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാതിരുന്നാണ്. എന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാളും ഏൽക്കരുത് ഞാൻ കരുതാതെ കണ്ടും, അല്ലേ? പിന്നെ ശിവലിംഗദാസ സ്വാമികൾ പറയണത് എന്താണ്? ഭഗവാനെ, ധീരത്വമാർന്നു ശിവതെറ്റുകൾ ചെയ്തിടാതെ കഴിയാൻ എനിക്കും അനൽപമോഹം എന്ന് ശിവലിംഗദാസ സ്വാമികളും പാടുന്നുണ്ട്. തെറ്റുകൾ വരുത്താതെ എനിക്ക് ജീവിക്കാൻ സാധിക്കണേ എന്ന് ഗുരുവിൻ്റെ ശിഷ്യന്മാർക്കൊക്കെ ഈ പ്രാർത്ഥനയുണ്ടായിരുന്നത്. ഒരാൾക്കും ഒരു ദുഃഖമുണ്ടാകുവാൻ എൻ്റെ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാതിരിക്കുക. ഉള്ളം കുറച്ച് കരുണയും അൻപും ദയവും ഒക്കെ കൊണ്ട് നിറച്ചു വയ്ക്കുക. അപ്പോൾ ശരിക്കും നമുക്ക് ആ പൂഷന്റെ പോഷക ഗുണമൊക്കെ പതുക്കെ പതുക്കെ നമ്മളിലേക്ക് വന്നു ചേരും എന്നർത്ഥം. അപ്പോൾ സകലതിനെയും പോഷിപ്പിക്കുന്നവനാണ് പൂഷാവെന്ന് എഴുതുക. ആ പൂഷാവിൻ്റെ ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിലേക്ക് നമ്മുടെ ഉള്ളം സ്നേഹസമ്പന്നമാകണം. അതിന് വേണ്ടിയിട്ടുള്ള
ക്വാളിറ്റീസ് നമ്മൾ ആർജിക്കണം. അനുകമ്പ, ദയ, കരുണ നമ്മളുണ്ടാകണം. ആർക്കും ഒരു ദുഃഖം ഉണ്ടാകരുതേ, എന്നെ കൊണ്ട് ഒരു ദുഃഖം ആർക്കും ഉണ്ടാകരുതേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക. ഞാൻ കാരണം ഒരാൾ എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ എൻ്റെ ഒരു നോട്ടം കൊണ്ട് പോലുമോ ആർക്കും ഒരു ദുഃഖം ഉണ്ടാകല്ലേ എന്ന് ചിന്തിക്കുക. ഇതൊക്കെയാണ് വഴി. ഇതിലൂടെ നമുക്ക് എളുപ്പം പ്രവേശിക്കാൻ പറ്റും. അല്ലാതെ നമ്മളിരുന്ന് കുറേ വേദാന്ത തത്വങ്ങൾ പഠിച്ചല്ല അതിലേക്ക് കയറുന്നത് അല്ല. അപ്പോൾ സകലതിനെയും പോഷിപ്പിക്കുന്നവൻ ആ ഏകമായ സത്യമാണ്. സകലതിനെയും പോഷിപ്പിക്കുന്ന പൂഷൻ എന്ന ഏകമായ സത്യമാണ് എല്ലാത്തിനും പൊരുളായിരിക്കുന്നത് എന്നർത്ഥം. ഇവിടെ പൂഷനെ ബ്രഹ്മമായിട്ടാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. ആ പൂഷനാണ് സർവ്വതിലും പൊരുളായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓർക്കണം, ഈ പൂഷൻ പോഷിപ്പിക്കുന്നത് പുറമേ അല്ല കേട്ടോ. പുറമേ ഉള്ളൊരു പോഷണം അല്ല ചെയ്യണത്, അകമേയുള്ള പോഷിപ്പിക്കലാണ്, ഉള്ളിൽ നിന്നുള്ള പോഷിപ്പിക്കലാണ് വേണ്ടത്. നമ്മൾ പറയും എൻ്റെ ശരീരമൊക്കെ ഇത്തിരി തടിച്ചു കൊടുത്ത് ഇത്തിരി ആവശ്യമുള്ള ആഹാരമൊക്കെ കൊടുത്ത് എന്നെ ഒന്ന് പോഷിപ്പിക്കുക എന്ന അർത്ഥം ഒരിക്കലും എടുക്കരുത്. ഗുരു പറഞ്ഞ പോലെ എന്താ പറയുക, നിലയനമേറി ഞെളിഞ്ഞിരുന്നിവണ്ണം തലയിണ പോലെ തടിച്ചു തീറ്റ തിന്നു തുലയണമെന്ന് പുരൈവ ഭവാനുവൻ തലയിൽ വരച്ചതിലെന്തൊരു സങ്കടം അല്ലെ. അങ്ങനെയല്ല, തീറ്റി തിന്ന് തടിച്ചുള്ള പോഷണമല്ല, ആത്മീയ പോഷണം. ഉള്ളിൽ എപ്പോഴും പോഷണാത്മകമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നും വിദ്യാർത്ഥിയാകണം നമ്മൾ. ജീവിതകാലം മുഴുവൻ മരിക്കുന്ന നിമിഷം വരെ നമ്മൾ ഈ സത്യത്തെ ഓർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടല്ല എത്രയോ ഗുരുനാഥന്മാര്, ഗുരുസ്ഥാനീയര്, ഒത്തിരി പ്രഭാഷണങ്ങൾ ചെയ്യുന്നവര്, പഠിക്കുന്നവര്, വലിയ ഗുരുക്കന്മാരുടെ കീഴിലിരുന്ന് പഠിക്കുന്നവരെല്ലാം ഇങ്ങനെ വന്നിരിക്കുന്നത് അറിവില്ലാത്തതുകൊണ്ടല്ല. ഈ സത്യത്തെ കേൾക്കുക, തൻ്റെ സ്വരൂപത്തെ വീണ്ടും വീണ്ടും ഒന്ന് ഓർക്കുക, ആ വഴി തെളിയിക്കാനുള്ള ഒരു ജഗദീശനോടൊരു പ്രാർത്ഥന, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ ഗ്രൂപ്പിലൊരു ശ്രീകുമാർജി കയറിയിട്ടുണ്ട്. ഞാൻ അമ്പാടിമലയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ശ്രീകുമാർജി അവിടെ കാരണം വളരെ ചെറിയ പ്രായം മുതൽ ഗുരുകുല ഗുരുകുലത്തിലേക്ക് സ്വന്തം അച്ഛനമ്മമാർ കൈപിടിച്ചു കൊണ്ടുവന്ന് ആ ഗുരുവിനെ അറിഞ്ഞ് വളർത്തി വന്ന ഒരു ഡോക്ടർ ശ്രീകുമാർ സാർ എന്ന് നമ്മളിപ്പം കയറിയിട്ടുണ്ട്. എൻ്റെ ഒപ്പം കുട്ടികളുടെ ഒപ്പം ഇരുന്ന് ബുക്ക് എടുത്ത് വെറുതെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് എഴുതിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ പഠനമുള്ള ആളാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ പോലും അച്ഛനമ്മമാർ ആരാണ് എവിടെയാണെന്ന് ചോദിച്ചാൽ പോലും ശ്രീകുമാർജിക്ക് അറിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കാരുണ്യവും ആ ഗുരുവിനെ അവളോട് അടുപ്പിച്ച് കൊടുത്ത കാരുണ്യമൊക്കെയാണ് ആ മനസ്സ് നിറയെ. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെയും നമ്മളത് കേൾക്കാനായിട്ട് ആ ചാരത്തേക്ക് ഓടി വരുന്നത് അറിവില്ലായ്മ കൊണ്ടല്ല, അതിനെ ഒന്ന് നിത്യനൂതനമായി ഓർപ്പിച്ച് വെക്കാൻ വേണ്ടി തന്നെയാണ്, സംശയമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ പോഷണം പുറമേ ഉള്ളതല്ല എന്ന് പറയാം, ഉള്ളിൽ നിന്നുള്ള അകമേയുള്ള പോഷണമാണ് എന്നറിയാം. അപ്പോൾ പിന്നീട് പറയാണ് ഏകർഷേ പൂഷൻ. ഇപ്പോൾ പൂഷൻ്റെ അർത്ഥം കഴിഞ്ഞ മന്ത്രത്തിലും കൂടി കുറച്ച് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ സർവ്വതിനും രസമായിരിക്കുന്ന സത്താണ് പൂഷൻ എന്ന് ഓർക്കുക. സർവ്വതിലും ഉള്ളിലായിരിക്കുന്ന രസമായിരിക്കുന്ന ചൈതന്യമാണ് പൂഷൻ. ആ ചൈതന്യം ആന്തരികമായാണ് നമുക്ക് പോഷണം വരുത്തേണ്ടത്, ബാഹ്യമല്ല. അടുത്തത് പറയുകയാണ് ഏകർഷേ. ഏക ഋഷി, ഏകർഷി. ആ ഋഷിയെ സംബോധന ചെയ്യുന്നു ഏകർഷേ, ഏകമായ ഋഷിയായിരിക്കുന്നവനെ. ഋഷി എന്ന വാക്കിന് കടന്നു കാണുന്നവൻ എന്നർത്ഥം. ഋഷി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അറിവിലുമേറി അറിയുന്നവൻ, കടന്നു കാണുന്നവൻ എന്നർത്ഥം, സത്യം കണ്ടവൻ എന്നർത്ഥം. അപ്പോൾ എല്ലാ ഋഷിമാരും കണ്ടറിഞ്ഞത് ഒരു സത്യമാണ്. ആ സത്യമാണ് പല ഉപനിഷത്ത് മന്ത്രങ്ങളായും പല കൃതികളായും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അവരനുഭവിച്ച അറിവാണ്, ആ ഏകമായ അറിവാണ്. അവരനുഭവിച്ച ആ സത്യത്തെയാണ് നമ്മൾ അറിവെന്ന് പറയുക. അതാണ് യഥാർത്ഥ അറിവ്. അപ്പോൾ സത്യം കണ്ടവനാണ് ഋഷി. എല്ലാ ഋഷിമാരും കണ്ടറിഞ്ഞത് ഒരേ അറിവ് തന്നെയാണ്, ഒരേ സത്യത്തെയാണ്, പലതല്ല എന്നാൽ. ആ സത്യമാണ് മാനവരാശിക്ക് ഋഷീശ്വരന്മാർ ഇതുപോലെയുള്ള ഉപനിഷത്തിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ അറിവിനെ കണ്ടറിയുക എന്ന് പറഞ്ഞാൽ എന്താ? ആ അറിവ് തന്നെയാണ് ഞാനെന്ന് അനുഭവിച്ച് അറിഞ്ഞ് ജീവിക്കുക എന്നർത്ഥം.
ആ അറിവ് തന്നെയാണ് ഞാൻ എന്ന്, ഞാൻ ഈ ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറം ആ ചൈതന്യമാണ് എന്നെ നിലനിർത്തുന്നത് എന്നറിഞ്ഞിട്ട് ആ ചൈതന്യത്തെ അറിയാനുള്ളൊരു പ്രയത്നം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അറിവിനെ കണ്ടറിയുക എന്ന് പറഞ്ഞാൽ അറിവ് തന്നെയാണ് ഞാനെന്ന് അറിയുക എന്നർത്ഥം, അറിഞ്ഞ് ജീവിക്കുക എന്നർത്ഥം. ജീവിതത്തിലും ആ ഒരു താളം നമുക്കുണ്ടാകണം. ചൈതന്യത്തിൽ നമ്മൾ പുലരുന്നതിൻ്റെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാണണം. എവിടെ ചെല്ലുമ്പോഴും നമുക്കത് നമ്മളെ ഒരു വേറിട്ട വ്യക്തിത്വമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കാരണം ഈ ചൈതന്യം ഇത്തിരി ഉള്ളതുകൊണ്ടേ നമ്മളിപ്പോൾ ഇവിടെ ആരെ കാണുമ്പോഴും നമ്മളുടെ അടുത്തേക്ക് എന്തെങ്കിലും ഒന്ന് കാര്യം ചോദിക്കണമെങ്കിൽ കുറേ മുഖങ്ങൾ നോക്കുമ്പോൾ ഈ മുഖത്തേക്ക് അടുത്തേക്ക് ഓടി വരിക. കാരണം അവിടെ ഒരു ഉള്ളിൽ കുറച്ചൊരു കരുണഭാവം ഉണ്ടെങ്കിൽ ആ ഭാവത്തിൻ്റെ അടുത്തേക്ക് ഒരു ആകർഷിതമാവും. ഗുരുവിലേക്ക് ശിഷ്യഗണങ്ങൾ ആകർഷിച്ചില്ലേ, അതുപോലെ സത്യം നമ്മൾ അറിഞ്ഞു തുടങ്ങിയാൽ, കാരുണ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പതുക്കെ എല്ലാവരിലാലും നമുക്ക് ആകർഷിക്കപ്പെടാനായിട്ട് സാധിക്കും. അത് സത്യത്തിൻ്റെ ആ ചൈതന്യമാണ്. അപ്പോൾ സത്യമറിഞ്ഞ് ജീവിക്കുന്നവരായിട്ട് മാറുക. നമ്മുടെ മനുഷ്യ ജീവിതത്തെ സാർത്ഥകമാക്കാൻ നമുക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം.